അയ്യോ വണക്കം. CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ 22 മില്യൺ ലൈക്സാണ്, അല്ലെങ്കിൽ 22 മില്യൺ ഫോളോവേഴ്സാണ് ഇവർക്കുള്ളത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇവരൊരു ആഹ്വാനം നടത്തുന്നു. അതായത് BJP എന്ന് പറയുന്ന പാർട്ടിയെ നമ്മുടെ രാജ്യത്തെ യൂത്ത് അല്ലെങ്കിൽ യൂത്തന്മാർ എല്ലാം അൺഫോളോ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ BJP എന്ന് പറയുന്ന പാർട്ടിക്ക് 8.7 മില്യൺ ഫോളോവേഴ്സാണുള്ളത്. ഇവർ ഈ ആഹ്വാനം നടത്തിയതിൻ്റെ അടുത്ത നിമിഷം BJP എന്ന് പറയുന്ന പാർട്ടിക്ക് 9.2 മില്യൺ ഫോളോവേഴ്സാണ് അതിനകത്ത് വർദ്ധിച്ചത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇവർ പറയുന്നത്, അതായത് ഞങ്ങളുടെ ഫോളോവേഴ്സിനെ കണ്ടില്ലേ നിങ്ങൾ, 22 മില്യൺ ഫോളോവേഴ്സാണ് ഞങ്ങൾക്കുള്ളത്. ഇത് രാജ്യത്തെ വലിയൊരു ട്രെൻഡിൻ്റെ ലക്ഷണമല്ലേ, ഞങ്ങളിൽ നിന്നൊരു പ്രധാനമന്ത്രിയൊക്കെ വന്നുകൂടെ എന്ന് CJP എന്ന് പറയുന്ന പാർട്ടി പറയുന്നുണ്ട്. ഇവിടെ സണ്ണി ലിയോൺ ഉണ്ട് 55 മില്യൺ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞ് ചേച്ചിയെ പിടിച്ച് നമുക്ക് പ്രധാനമന്ത്രിയാക്കാൻ പറ്റുമോ? എനിക്ക് ആഗ്രഹമുണ്ട്. ചേച്ചിയെ പിടിച്ച് അങ്ങനെ പ്രധാനമന്ത്രിയാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സണ്ണി ലിയോൺ ഉണ്ട്, ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കുണ്ട്, എന്തിനു പറയുന്നത് ഐഷോ സ്പീഡിന് വരെയുണ്ട്. ഇവിടെ 48 മില്യൺ ഫോളോവേഴ്സ്. അതൊക്കെ ജെന്യുവിൻ ഫോളോവേഴ്സാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം. പാകിസ്ഥാനിൽ നിന്നും തുർക്കിയിൽ നിന്നുള്ള ഫോളോവേഴ്സ് ഒന്നുമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരുന്നു കേട്ടോ. അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ ചിന്താഗതികൾ എത്രത്തോളം മാരകമാണ് എന്നുള്ളത് ലവൻ്റെ പഴയ ട്വീറ്റൊക്കെ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകും. ലവൻ്റെ പഴയ ട്വീറ്റെല്ലാം തന്നെ ഇപ്പോൾ BJP വലിയ രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു ട്വീറ്റ് എന്ന് പറയുന്നത്, ഇവൻ ഉമർ ഖാലിദിൻ്റെ മോചനം എന്തുകൊണ്ട് സാധ്യമാകുന്നില്ല എന്ന് പറയുന്നതാണ്. ഈ BJP എതിർക്കുന്നവന്മാർക്കെല്ലാം ഒരേ രാജ്യവിരുദ്ധ സ്വരമാണ്. നമുക്കറിയാം, ഇവന്മാർ ടെററിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യും, രാജ്യത്തിനെ ഇകഴ്ത്തി കാണിക്കും. പണ്ട് അവൻ ഒരു ചർച്ചയ്ക്കകത്തിരുന്ന് നിങ്ങളുടെ രാജ്യം എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് അപ്പുറത്തിരിക്കുന്ന ഒരു പാനലിസ്റ്റിനോട് ചോദിച്ചപ്പോൾ അയാൾ അവനെ തിരുത്തുന്നുണ്ട്. ആ വീഡിയോ ഇപ്പോൾ വൈറലായിട്ടുണ്ട്. ആ വീഡിയോയിൽ അവർ ചോദിക്കുന്നത്, എന്താണ് നിങ്ങളുടെ രാജ്യം? അഭിജിത്ത് ദീപ്കെ US ഇരുന്നായിരിക്കാം സംസാരിക്കുന്നത്. നിങ്ങളുടെ രാജ്യമല്ല നമ്മുടെ രാജ്യമെന്ന് പറയുമെന്ന് പറഞ്ഞപ്പോൾ ഇവൻ ബബ്ബ അടിക്കുന്ന തത്ത അവിടെ കിടന്ന് മെഴുകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ഇവൻ്റെ മറ്റൊരു ട്വീറ്റ്, അതായത് ഒരു ഗുജറാത്തി മുസ്ലിം എന്തുകൊണ്ട് നരേന്ദ്രമോദിയുടെ സർക്കാരിൻ്റെ കീഴിൽ മുഖ്യമന്ത്രിയായി വരുന്നില്ല എന്നുള്ള ഇവൻ്റെ വേറെ ട്വീറ്റ്, തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ട്വീറ്റ്. എന്തു പറഞ്ഞാലും പോരാട്ടം തന്നെ. യുവമാർക്കെല്ലാം തെരുവിലിറങ്ങണം. കേരളത്തിൽ വന്നാലും വ്യത്യസ്തമല്ല കാര്യങ്ങൾ. കേരളത്തിൽ പിന്നെ നമുക്കൊരു ചാനലുണ്ടല്ലോ, ആ ചാനലാണെങ്കിൽ 24 മണിക്കൂറും അടുപ്പ് കൂട്ടി ചർച്ചയ്ക്കകത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് എന്ത് വന്നാലും തെരുവിലിറങ്ങിക്കൂടെ, ഒന്നിറങ്ങൂ, തെരുവിലേക്ക് വരൂ എന്നൊക്കെയാണ് ഇവന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ CJP എന്ന് പറയുന്ന പാർട്ടി അവസാനം തെരുവിലിറങ്ങാൻ തീരുമാനിക്കുകയാണ്. ഇവർ തെരുവിലിറങ്ങാൻ തീരുമാനിക്കുന്നത് കർണാടകയിലാണ്. കർണാടകയിലാകുമ്പോൾ സുഖമുണ്ട്, കാരണം അവിടെ കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. അവിടെ തെരുവിലിറങ്ങി ആ തെരുവിലിറങ്ങുന്ന ആ ഒരു സംഭവം വിജയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെ വേണമെങ്കിലും തെരുവിലിറങ്ങാം എന്നൊരു പ്രതീതി രാജ്യത്ത് സൃഷ്ടിച്ചെടുക്കാൻ അവനെ കൊണ്ട് സാധിക്കും. പക്ഷേ സംഭവം ചീറ്റിപ്പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കർണാടകയിൽ തെരുവിലിറങ്ങാനായിട്ട് അവന്മാർ വലിയ പോസ്റ്ററും ബാനറൊക്കെ കൂറ പാർട്ടി അടിച്ചിറക്കി ഇത് സോഷ്യൽ മീഡിയയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സർക്കുലേറ്റ് ചെയ്തപ്പോൾ ആണ്ടടാ വരുന്ന കർണാടക പോലീസിൻ്റെ ഒരു ഇൻഡാസ്. ഞങ്ങൾ അറിഞ്ഞു മെയ് 24 തീയതിയാണ് നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങാൻ പോകുന്നതെന്ന്. അന്ന് ഏവനെങ്കിലുമൊക്കെ തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിൻ്റെയൊക്കെ മൂലവും പൂരാടോ ഒന്നാക്കും എന്നാണ് കൃത്യമായിട്ട് കർണാടക പോലീസ് പറഞ്ഞതാണ്ട്. ഇതാണ് കർണാടക പോലീസിൻ്റെ ഇൻഡാസ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഞാനൊന്ന് വായിച്ചു തരാം. ഇറ്റ് ഹാസ് കം ടു നോട്ടീസ് ദാറ്റ് എ പോസ്റ്റ് ഹാസ് ബീൻ സർക്കുലേറ്റഡ് ഓൺ സോഷ്യൽ മീഡിയ അണ്ടർ ദ ഹെഡിംഗ് കോക്രോച്ച് ജനതാ പാർട്ടി കർണാടക in which an invitation has been given to gather in large numbers in front of town hall on 24th May 2026 for the purpose of forming a peaceful human chain. Acting peaceful human chain. Through the media, it is hereby informed that no application has been received from any individual organization, political party seeking permission to conduct the above-mentioned program near town hall, and no official permission has been granted in this regard. Further, no permission has been obtained from the GBA office for the use of the said location for the program. As per the order dated 1 August 2022 in Honorable Karnataka High Court, writ petition, protest, dharna, rallies are not permitted at places other than Freedom Park. Therefore, people assembling in front of town hall in violation of this order would amount to clear a breach of the Honorable Court directions. അതായത് 2022 കോർട്ടിൻ്റെ ഓർഡർ ഉണ്ട്. കോർട്ടിൻ്റെ ഓർഡറിൽ പറയുന്നത് ഇങ്ങനെ അനാവശ്യമായിട്ട് അവിടെ എവിടെയൊന്നും സംഘടിക്കരുത് എന്നാണ്. അതിനെയും മീതിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെയും കവച്ചു വെച്ചുകൊണ്ട് സംഘടിക്കാനാണ് നിൻ്റെയൊക്കെ ഭാവമെങ്കിൽ ആ കവച്ചു വെച്ച 2 കൈയും ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇവിടെ നിന്ന് ഞങ്ങൾ വലിച്ചു കയറും എന്നാണ് കൃത്യമായിട്ട് കർണാടക പോലീസ് യവന്മാർക്ക് വലിയൊരു താക്കീത് കൊടുത്തിരിക്കുന്നത്. യവന്മാർ ആ താക്കീതും വാങ്ങിച്ചു വെച്ചുകൊണ്ട് മിണ്ടാതിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കുറേ കേട്ടുവാണാലികൾ ഇവിടെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞ് ചാനലിലൊക്കെ കയറി കിടന്ന് മെഴുകുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞ് കുറേ എണ്ണം ഉത്തരേന്ത്യയിലും കിടന്ന് മെഴുകുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ
സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ യുവമാർ അടുത്ത് നിന്ന് ചോദിക്കും, എന്തിനാണ് നിങ്ങൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ടാക്കിയത്? അത് ഉണ്ടാക്കിയത് ആക്ച്വലി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞ ഒരു വാക്കാണ്. അതായത് ഇന്ത്യയിലെ യൂത്ത്, അൺഎംപ്ലോയിഡ് യൂത്ത് എന്ന് പറയുന്നത് എന്താണ്, പാറ്റകളെ പോലെയാണ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തിലാണ് ഇവർ ഉണ്ടാക്കിയത്. പക്ഷേ ഇവർ പറയുന്നത് വേറെ കാര്യങ്ങളാണ്. ഞാൻ കഴിഞ്ഞ വാർത്തയിൽ പറഞ്ഞതുപോലെ, അതായത് ഇവരുടെ ശബ്ദം എന്ന് പറഞ്ഞാൽ വേറെയാണ്. കശ്മീരിലെ 370 നമുക്ക് തിരിച്ചു കൊണ്ടുവരണ്ടേ? രാമക്ഷേത്രത്തിൻ്റെ പുറത്ത് നമ്മുടെ ബാബറി മസ്ജിദ് നിർമ്മിക്കണ്ടേ? ഇന്ത്യയുടെ GDP തകരുന്നത് കണ്ടില്ലേ എന്നൊക്കെയാണ് അവന്മാർ ചോദിക്കുന്നത്. അപ്പോൾ ആ റിപ്പോർട്ടർ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ശരി, ഇന്ത്യയുടെ GDP തകരുന്നു, എന്താണ് GDP? എന്താണ് GDPയുടെ ഫുൾ ഫോം? അത് മാത്രം പറഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ അംഗീകരിച്ച് തരാം എന്ന് പറയുമ്പം അവിടെ യുവമാരി കടന്ന് വീണ്ടും വിത്തത്ത ഉരുളയാണ് സാറവൻ എന്ന് പറയുന്നത് പോലെയാണ് ഇവന്മാരുടെ കാര്യം എന്ന് പറയുന്നത്. ഇവന്മാർക്ക് GDP എന്താണെന്ന് പോലും ഇവന്മാർക്ക് അറിഞ്ഞുകൂടാ. ആ ഇവന്മാരാണ് ഇന്ത്യയുടെ GDP തകരുന്നു എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം. ഇന്ത്യക്കകത്ത്, അതായത് ഇന്ത്യക്ക് പുറത്തു നിന്നും ഇനി കലാപങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ദാവൂദ് സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞൊരു സിൻഡിക്കേറ്റ് ഉണ്ട് അങ്ങ് പാകിസ്ഥാനിൽ. യവന്മാർ പറയുന്നത് ഇനിയിപ്പോൾ അതിർത്തികൾ വഴിയൊന്നും കള്ളനോട്ടൊന്നും കൊണ്ടുവരാൻ പറ്റില്ല, കാരണം പൈസ വേണമല്ലേ കലാപങ്ങളൊക്കെ ഉണ്ടാക്കാൻ. നേപ്പാൾ അതിർത്തി, അവിടെ ബീഹാറിൽ BJP ആണ് ഭരിക്കുന്നത്, അതുവഴി കൊണ്ടുവരാൻ പറ്റില്ല. ഉത്തർപ്രദേശിൽ BJP ആണ്. ഇനിയിപ്പോൾ ബംഗ്ലാദേശ് വഴി വെസ്റ്റ് ബംഗാളിലേക്ക് കൊണ്ടുവന്ന് ഇറക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നടക്കില്ല, അവിടെയും BJP ഭരണം വന്നു കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ, അതായത് ഈ രാജ്യത്തിനകത്തുള്ള ദാവൂദ് സിൻഡിക്കേറ്റിൻ്റെ ഒളിച്ചിരിക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ, അവർ നിങ്ങളകത്തുനിന്ന് കള്ളനോട്ടം അടിച്ചു എന്നാണ് ഇവൻ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഇനി കലാപങ്ങളുണ്ടാക്കാൻ രാജ്യത്തിനകത്ത് ജനങ്ങൾ വിചാരിച്ചാലേ നടക്കുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ജെൻസി എന്ന് പറഞ്ഞ് ഇപ്പോൾ തെരുവിലിറങ്ങാൻ പോകുന്നത് എന്താണ്? അർബൻ നക്സലുകൾ, മതമൗലികവാദികൾ, പിന്നെ ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പല നയങ്ങളിൽ ഞമ്മൻ്റെ രാജ്യം വരില്ല എന്ന് മനസ്സിലാക്കിയ കുറേ കേട്ടുവാണാലികൾ, യുവമാരൊക്കെയാണ് തെരുവിലോട്ട് ഇറങ്ങാനായിട്ട് പോകുന്നത്. യുവമാർ തെരുവിലിറങ്ങിക്കഴിഞ്ഞാൽ സത്യമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്, നരേന്ദ്രമോദിയുടെ ഒരു ആക്ഷൻ പ്ലാനുണ്ട്. അതായത് മോദി എന്ന് പറയുന്ന ഒരു വ്യക്തി, പല ആൾക്കാരും പറയുന്നുണ്ട് എന്തുകൊണ്ട് അജ്ഞാതം വന്ന് യുവമാരെയൊന്നും വെടിവെക്കുന്നില്ല, അജ്ഞാതന് വേറെ പണിയില്ല എന്നൊക്കെ ചോദിക്കണം. അങ്ങനെയൊന്നും മോദി ചെയ്യില്ല. മോദി നമുക്കറിയാം വളരെ ജനാധിപത്യത്തിൻ്റെ തക്കുടുവാവയാണ് മോദി. ഫാസിസം എന്നൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. മോദി അങ്ങനെയൊന്നും ചെയ്യില്ല. മോദി ഇതുവരെ ഒരു സംസ്ഥാനത്തെ പോലും പിരിച്ചുവിട്ടിട്ടില്ല. കോൺഗ്രസ് 10-60 സംസ്ഥാനങ്ങൾ അവരുടെ ഭരണത്തിൽ പിരിച്ചുവിട്ടിട്ടുണ്ട്, ആ സംസ്ഥാനങ്ങളിലെ ഭരണത്തെ. പക്ഷേ മോദി അങ്ങനെയൊന്നും ചെയ്യില്ല. കാരണം ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സാധനം തലയ്ക്ക് പിടിച്ചൊരു വ്യക്തിയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത്. അങ്ങേര് വെയിറ്റ് ചെയ്യും, എല്ലാ സമയത്തും അങ്ങനെയാണ് ചെയ്തത്. പൗരത്വ നിയമ ഭേദഗതി നിങ്ങൾ നോക്കൂ, പുള്ളി വെയിറ്റ് ചെയ്തു. സമരം അക്രമാസക്തമായി, എല്ലാ മുള്ളും മുരുക്കും മൂർക്കം പാമ്പും കൂടെ വെളി വന്നു. കർഷക സമരം പുള്ളി വെയിറ്റ് ചെയ്തു, സമരം അക്രമാസക്തമായി, സമരം അങ്ങ് നടത്തിക്കോട്ടെ, അവന്മാർ പാവല്ലേ, നടത്തിക്കോട്ടെ എന്ന് പറഞ്ഞ് വിടും. എന്നിട്ട് ഇതെല്ലാം കൂടെ പുറത്തു വന്ന് അക്രമാസക്തമാകും. ഈ അക്രമാസക്തമാകുന്ന സമയത്താണ് ചെങ്കോട്ടയിൽ ഖലിസ്ഥാൻ ഫ്ലാഗ് ഉയർത്തിയവന്മാരെയൊക്കെ തൂക്കിപ്പറക്കി എടുത്തിട്ട് പിടിച്ചകത്തിട്ടിരിക്കുന്നത്. യവന്മാരൊന്നും പുറത്ത് വരില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. ഈ ജയിലിടിഞ്ഞാൽ പോലും പുറത്ത് വരാനായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. അതിനിടയിൽ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ബ്രാഞ്ചുകൾ യവന്മാർ തുടങ്ങി. എങ്ങനെ ഇരിക്കുന്നു? ബംഗ്ലാദേശിലും പാകിസ്ഥാനിലുമാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ബ്രാഞ്ച് തുടങ്ങിയിരിക്കുന്നത്. അല്ല, ഈ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും എങ്ങനെയാണ് ഇന്ത്യക്കകത്ത് നടക്കുന്ന, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞ ആ ഒരു വിഷയത്തിൽ ബ്രാഞ്ചുകൾ തുടങ്ങാനായിട്ട് എന്താണ് അവരുടെ ഛേദോവികാരം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും ബംഗ്ലാദേശിൽ ആ സർക്കാരിനെതിരെയും പാകിസ്ഥാനിൽ ഈ സർക്കാരിനെതിരെയും അല്ല ഇവന്മാരത് തുടങ്ങിയിരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇതൊക്കെ മൂളയുള്ളവർക്ക് മനസ്സിലാകും. അടി കൊടുത്ത് പിടിച്ച് അകത്തിടേണ്ട കേസാണ് എന്നാണ് മൂളയുള്ള ആൾക്കാരൊക്കെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതുവരെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. CJP എന്ന് പറയുന്ന അതായത് 2 ലക്ഷം പാറ്റകൾ വന്നാലും, 2 കോടി പാറ്റകൾ വന്നാലും, 20 കോടി പാറ്റകൾ വന്നാലും എല്ലാ എണ്ണത്തിനും കൂടെ നിങ്ങൾ 20 കോടിയാണ്, എല്ലാ എണ്ണത്തിനും കൂടെ ഒരൊറ്റ ഹിറ്റ് മതി എന്നുള്ളതാണ് ഈ പാറ്റയുടെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഒരൊറ്റ ഹിറ്റ് മതി. ആ ഒരൊറ്റ ഹിറ്റ് 10 രൂപയുടെ ഹിറ്റ് തീരാനുള്ള കേസ് മാത്രമേ ഉള്ളൂ ഇത് എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പം ശരി.